നമസ്തേ. നിങ്ങളുടെ ഭവനത്തിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഏത് രൂപമാണുള്ളത്? ഭഗവാന്റെ ഓരോ രൂപത്തിനും ഓരോ ഫലങ്ങളുണ്ട്. ഇതറിയാത്തവർ ആരും തന്നെ ഉണ്ടാകരുത്. ഇപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഫോട്ടോയോ അതല്ലെങ്കിൽ ഭഗവാന്റെ രൂപമോ ഏതോ ആവട്ടെ, അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇന്ന് പറയുന്നത്. വെണ്ണക്കണ്ണൻ്റെ ഫോട്ടോയോ വിഗ്രഹമോ ആണെങ്കിൽ സന്താന സൗഭാഗ്യവും, ആലിലക്കണ്ണൻ്റെ സന്താന അരിഷ്ടതകൾ മാറാനും, അകിടിൽ നിന്ന് പാൽ കുടിക്കുന്ന കണ്ണനാണെങ്കിൽ സന്താനങ്ങളുടെ ആരോഗ്യത്തിന് നല്ലതാണ്. ഇനി ഓടക്കുഴൽ ഊതുന്ന കൃഷ്ണന്റെ ഫോട്ടോയോ വിഗ്രഹമോ ആണെങ്കിൽ കുടുംബ ഐക്യത്തിനും, രാധാകൃഷ്ണനാണെങ്കിൽ ദാമ്പത്യ ഭദ്രതയ്ക്കും, കാളിയമർദ്ദനമാടുന്ന കണ്ണനാണെങ്കിൽ ശത്രുദോഷവും സർപ്പദോഷവും മാറും എന്നാണ് വിശ്വാസം. അതുപോലെ ഗോവർദ്ധനധാരി കൃഷ്ണനാണെങ്കിൽ ദുരിതമോചനവും, രുക്മിണി സ്വയംവര കൃഷ്ണനാണെങ്കിൽ മംഗല്യഭാഗ്യവുമാണ് ഫലം. ഇനി കുചേല കൃഷ്ണന്റെ ഫോട്ടോയോ വിഗ്രഹമോ ആണെങ്കിൽ ദാരിദ്ര്യ ദുഃഖനാശവും, മുക്തി സൗഹൃദ ബന്ധം നിലനിർത്താനും നല്ലതാണ്. ഗുരുവായൂരപ്പന്റെ ഫോട്ടോയോ വിഗ്രഹമോ ആണെങ്കിൽ സർവ്വ ഐശ്വര്യവും, ലക്ഷ്മി നാരായണ രൂപമാണെങ്കിൽ കുടുംബ ഐശ്വര്യവും സന്തോഷവും ഫലം നൽകുന്നു. അപ്പോൾ ഭഗവാനെ കുറിച്ച് എഴുതിയ രണ്ടുപേര് നാമം കൂടി: മൃദുവായ മലർ പോലെ മനമാകണേ, ആ മനതാരിൽ നീ വന്നു വിളയാടണേ. കരുണ നിറയുന്ന കണ്ണാകണേ, ആ കണ്ണിൽ നിൻ രൂപം തെളിയണമേ കണ്ണ, എന്നും നിൻ രൂപം നിറയണമേ. മൃദുവായ മലർ പോലെ മനമാകണേ, ആ മനതാരിൽ നീ വന്നു വിളയാടണേ. അപ്പോൾ എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ.